മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോയ വാരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കണ്ടത്. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഛത്തീസ്ഗഡിലെ അവസ്ഥയും സമാനമായിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. സംഘപരിവാറിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. തെലുങ്കുദേശം പാർട്ടിയുടെ സുവർണകാലത്ത് ആ പാർട്ടിയിൽ ചേർന്നു. അഴിമതി കേസിൽ കുടുങ്ങി അറസ്റ്റിലായി. ഒടുവിൽ കോൺഗ്രസിലെത്തി. തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിനെതിരായ ജനവികാരം ആളിക്കത്തിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു. അങ്ങനെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. I love to come to hear your Rahul Gandhi family members. I wanted to see you. I wanted to appreciate you. ഇനി രേവന്ത് റെഡ്ഡിയുടെ നാടായ തെലങ്കാനയിലെ കാഴ്ചകൾ കാണാം. മഞ്ചേരിയിൽ ജില്ലയിലെ കന്നേപ്പള്ളി ഗ്രാമത്തിലെ മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. കുട്ടികൾ മതവേഷം ധരിക്കുന്നത് അധികൃതർ വിലക്കി. സംഘപരിവാറുകാർ പ്രതികരിച്ചതിങ്ങനെ: കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. നേരത്തെ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഭൂപേഷ് ബാഗേലായിരുന്നു മുഖ്യമന്ത്രി. അക്കാലത്ത് സംഘപരിവാറുകാർ ക്രിസ്ത്യൻ പള്ളികൾ വ്യാപകമായി ആക്രമിച്ചു. കോൺഗ്രസ് സർക്കാർ മൂകസാക്ഷിയായി നോക്കി നിന്നു. രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തേണ്ടത് കേരളത്തിലല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലൂടെയാണ്. ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ സുരക്ഷിതരാണ്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ അരക്ഷിതരാണ്.